അതെ, ഒന്ന് നിന്നേ. എന്താ കുട്ടിയുടെ ഭാവം? ഞാൻ അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. എന്റെ അച്ഛന് ശിവശങ്കര മേനോൻ. പിന്നെ കുട്ടി എന്താ ഇങ്ങനെ? ആ മകൾ താനാണെന്നതിന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഉണ്ട്, പക്ഷെ അത് കുട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എന്നെ മാത്രം ബോധ്യപ്പെടുത്തിയിട്ട് തനിക്ക് വിളക്കെടുക്കാനോ ഉത്സവം നടത്താനോ ഒന്നും ആവില്ലല്ലോ. പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ എന്റെ അച്ഛന്റെ പേരും പറഞ്ഞുള്ള നിന്റെ ഈ കരച്ചിലും വീഴ്ചയിലൊന്നും ഇനി വേണ്ട. അനാവശ്യം പറയരുത്. അമ്പലത്തിനകത്താ തമ്മത്തല്ലേ? ഇതുവരെ ഈ തറവാടിനകത്ത് ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദം കേട്ടിട്ടുള്ളൂ. ഇപ്പോഴിത് അമ്പലത്തിനകത്ത് ഇവിടുത്തെ ഒന്നും പറഞ്ഞ് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കടിക്കുക. നാണക്കേട്. എന്റെ അച്ഛന്റെ കാര്യം എവിടെ വെച്ച് പറയാനും എനിക്കൊരു നാണക്കേടും ഇല്ല. അത് മനസ്സിലായി. നാണം ഉണ്ടെങ്കിലല്ലേ നാണക്കേടുണ്ടാവൂ. കണ്ടോ, ഇതാ പ്രശ്നം. ഒരുമാതിരി കുത്തിയുള്ള വൃത്തിയുടെ വർത്തമാനം. ഇത് കേൾക്കുമ്പോഴാ വല്ല വെട്ടെത്തിയോ പാരയെടുത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചത്തിരുന്നെങ്കിലേ ഞങ്ങള് സ്വൈരായിട്ട് കഴിഞ്ഞേനെ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? തറവാടിന്റെ പേര് നശിപ്പിച്ചിട്ട് അവകാശം സ്ഥാപിക്കാനാണെങ്കിൽ അതിവിടെ നടപ്പില്ല. ശിവശങ്കര മേനോൻ ആനമുറ്റത്തുകാരനാണെന്നുള്ളതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അവന്റെ മകൾ ആരാണെന്നുള്ളതിനെ കുറിച്ചാണ് തർക്കം. അച്ഛനെ തിരിച്ചറിയലും അവകാശം സ്ഥാപിക്കലൊക്കെ ഈ തറവാട്ടിനുള്ളിൽ വേണ്ട. മനയൂരിന്റെ 7 അയലത്ത് പോലും നിങ്ങളെ രണ്ടെണ്ണത്തിനും കണ്ടുപോകരുത്. ഒരു കാര്യം പറയാനാ ഈ സമയത്ത് ഒന്നും ബുദ്ധിമുട്ടിച്ചത്. വരൂ. എന്താ പറയാനുള്ളത്? ഞാൻ തിരിച്ചു പോവാ. എങ്ങോട്ടാ? ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്ക്. നിന്നുപോയ പഠിത്തം പൂർത്തിയാക്കണം. പിന്നെ എവിടെയെങ്കിലും ഒരു ജോലി. ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം? നിങ്ങളുടെയൊക്കെ സ്വസ്ഥത നശിപ്പിച്ചിട്ട് ഒന്നും നേടാനല്ല ഞാനിവിടെ വന്നത്. മരിച്ചുപോയ അച്ഛന്റെ ആഗ്രഹം മകളെന്ന നിലയിൽ ആ കടമ നിറവേറ്റാൻ മാത്രം. അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി തിരിച്ചു പോയാൽ? മരിച്ചുപോയവരുടെ ആഗ്രഹങ്ങളെക്കാൾ വലുത് ജീവിച്ചിരിക്കുന്നവരുടെ മനസ്സമാധാനമാ. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്. കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് പോയേ പറ്റൂ. പാടില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ തനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ പറയുന്നത് അനുസരിക്കാനും പ്രയാസമൊന്നുമില്ലല്ലോ? ഇല്ല. ഇവിടെ താമസിക്കാൻ ലക്ഷ്മിക്ക് ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. എന്നെ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ഇഷ്ടക്കേടില്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്നുള്ള അർത്ഥം എടുക്കാലോ അല്ലേ? നിക്കൂ. നാളെ എന്നല്ല, ഇനി ഇവിടെ വിട്ടു പോകരുത്. കാര്യങ്ങളൊക്കെ ശരിയാവും. ഞാനുണ്ടാവും കൂടെ. പോയില്ലല്ലോ? ഇല്ല. അവളെന്താ ഇവിടെ? ആര്? ആ ജയലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണ്. ഈ അസമയത്ത് അവള് നിന്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയ എന്തിനാ ചോദ്യം? അവൾ ഈ മുറിയിലേക്ക് കയറി വന്നു, അതുകൊണ്ട് ഇറങ്ങിപ്പോകേണ്ടി വന്നു. ആഹാ, അകത്തേക്ക് കയറിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയ്ക്ക് പറയാൻ പാടില്ലാത്തത് വല്ലതും ഉണ്ടായോ എന്നാണ് എന്റെ ചോദ്യം. മനസ്സിലായോ? അവളൊരു ഡൗട്ട് ചോദിക്കാൻ വന്നതാണ്. ഈ ഭൂപരിഷ്കരണ നിയമം എന്നാണ് പാസ്സായെന്ന് ചോദിച്ചു. എന്നിട്ട് ഭൂപരിഷ്കരിച്ചോ? പരിഷ്കരിച്ചോന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയില്ലെന്ന്. ഇതിനെക്കുറിച്ചൊക്കെ വലിയേട്ടനല്ലേ അറിയാവുന്നത്. രാജീവ, നീ കളിയുടെ നിയമങ്ങൾ ആകെ തെറ്റിക്കുകയാണ്. ആനയും കുതിരയും കാലാളുമായി അവരെ വളഞ്ഞു പിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട വല്യേട്ടാ. നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മുറി മാറിക്കയറിയെന്ന് വെച്ച് കിടക്കാൻ നോക്ക്. ഞാൻ പുറത്ത് കിടന്നോളാം. അതെന്താ? അവിടെ നല്ല കൊതുകുണ്ട്. ജയഭാരതി, എത്ര നേരമായി ഞാൻ വിളിച്ചു പോയിക്കൊണ്ട് ഓടുന്നു അറിയാമോ? മതിലേട്ടനായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും പൂവാലന്മാരായിരിക്കുമെന്ന്. അമ്മ പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ പോകുമ്പോ ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കരുതെന്ന്. എന്താ കാര്യം? എനിക്ക് ജയഭാരതി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എത്ര കാലമായി ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കണമെന്ന് അറിയോ? പിന്നെന്താ പറയാത്തെ? അതിനാ മരണം. ആ രമണൻ പുറകിന്ന് മാറിയിട്ട് വേണ്ടേ? രമണേട്ടനുണ്ടെങ്കി ഇപ്പൊ എന്താ? അവൻ ആള് ശരിയല്ല. ആര്? രമണേട്ടനോ? ആ,
അവന്റെ കളർ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? ജയഭാരതി കുട്ടിയെ അവനെ മാസം തികയാതെ പറ്റതാ. അവന്റെ അളിഞ്ഞ മോന്തെ ആ ചീവീട് പോലത്തെ ശബ്ദവും ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. മദനേട്ടൻ എന്താ പറയണ്ടേ? അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും മദനേട്ടൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുണ്ടോ? എവിടെ എവിടെ എനിക്കും കൂടെ കാണിച്ചതാ. ശ്ശോ, അതല്ല സിനിമ. അതില് ശങ്കര പൂർണിമയോട് പറയും പോലെ പറഞ്ഞാ മതി. ഓ, അതൊക്കെ പണ്ട് കണ്ടതാ, ഇപ്പൊ ഓർമ്മയില്ല. ഷോ, ഈ മദനേട്ടന്റെ ഒരു കാര്യം. ഇതങ്ങോട്ട് പിടിച്ചേ. ഇങ്ങനെ പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സിലെ താഴ്വരകളിലെങ്ങോ മഞ്ഞുരുകുന്ന ഒരു അനുഭൂതി. ഒരു മഞ്ഞുകൂട്ടി പക്ഷി. എന്ത് കൂട്ടി പക്ഷി? അതാ സിനിമയിൽ ഒരു പക്ഷിയാ. ഒരു മഞ്ഞുകൂട്ടി പക്ഷി പറന്നണയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞാ മതി. പറ മദനേട്ടാ. ഞാൻ പറയാമേ. പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ നാളം കൊണ്ടെന്റെ മനസ്സിന്റെ താഴ്വരയിലെങ്ങോ മഞ്ഞുരുകുന്ന അനുഭൂതി. ഒരു മഞ്ഞുകുട്ടി പക്ഷി പറന്നിറങ്ങി വന്നു. അമ്മയ്ക്ക് എപ്പ വന്നെന്ന് ഞാൻ പറഞ്ഞ. നിന്റെ താഴ്വരയിൽ ഞാൻ മഞ്ഞ് ഉരുക്കി തരാമടാ. ഇതിനാണല്ലേ പമ്മി പമ്മി ചായക്കടയിൽ വേണത്. എന്തൊന്നും പറഞ്ഞാ പറ്റില്ല. മൂന്നിയാൾക്ക് വളം മറ്റന്നാ തന്നെ വേണം. ഇല്ലെങ്കിൽ ഡാമിന്റെ കാര്യത്തിൽ പറയാൻ പറഞ്ഞേ കൊണ്ടുവരാം. വല്യുണ്ണേട്ടാ, ഇതും കൊണ്ട് ഞാൻ എവിടെല്ലാം ഓടി കൈയോടെ തരാൻ പറഞ്ഞു. ആര്? അത് ഞാൻ പറയൂല, ആരോടും പറയണെന്നാ പറഞ്ഞു. പ്രിയപ്പെട്ട എന്റെ വെല്ലുണ്ണിയേട്ടന്, ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്റെ ഉണ്ണിയേട്ടൻ ഒരു പാവാണെന്നും ആ മനസ്സിൽ എല്ലാവരെയും ചൊല്ലിയുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും. എങ്കിലും വിളക്കെടുക്കാനുള്ള അവകാശം കുഞ്ഞുണ്ണിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴും ആരും കാണാത്ത ആ വിങ്ങൽ എനിക്കറിയാം. പിന്നെ എന്റെ ഉണ്ണിയേട്ടന്റെ സ്നേഹം മുതലെടുത്ത് കുഞ്ഞുണ്ണിയും ലക്ഷ്മിയും നടത്താൻ പോകുന്ന കുറെ കള്ളക്കളികളെ കുറിച്ചും ഞാൻ പറഞ്ഞ എന്റെ ഉണ്ണിയേട്ടൻ വിശ്വസിക്കില്ലെന്നറിയാം. സോറി. ഉണ്ണിയേട്ടന്റെ എന്ന് പറയുമ്പോ അത് എന്റെയും കൂടിയാണല്ലോ. ഒക്കെ നേരി പറയാം. കഴിവെങ്കിൽ ഉണ്ണിയേട്ടൻ രാത്രി മുറിയിലേക്ക് വരണം. വെറുതെ ചാരിയ വാതിലിനപ്പുറം ഞാൻ കാത്തിരിക്കും. വരില്ലേ എന്ന് ഉണ്ണിയേട്ടന്റെ മാത്രം മമത. ചിന്തയിതൊന്നേ വിളക്കും കൊടുത്ത് ഉത്സവം നടത്തി കഴിയുമ്പോൾ സ്വാഭാവികമായും അമ്മാവന്റെ മകളല്ലേ, കല്യാണവും നടത്തിക്കളയും എന്നവർ തീരുമാനിക്കും. ഇപ്പോഴവർക്കുള്ള സ്വത്തിന്റെ കൂട്ടത്തിൽ ശിവശങ്കരമേനോന്റെ ഭാഗം കൂടി ചേരുമ്പോൾ ഉണ്ണിയേട്ടൻ രാജീവന്റെ അടിയാനായി മാറും. ആ, ഇതൊക്കെ ഉണ്ണിയേട്ടനും ആകാവുന്നതേ ഉള്ളൂ. ഞാൻ വിളക്ക് ഉണ്ണിയേട്ടന് തരുന്നു. ഉത്സവം മറ്റാരും നടത്തുന്നേക്കാളും ഭംഗിയായി ഉണ്ണിയേട്ടൻ നടത്തുന്നു. എന്താ നടത്തിയാൽ അങ്ങനെ ആവാലോ. പിന്നെ ഉണ്ണിയേട്ടൻ കല്യാണത്തെ പറ്റി ചിന്തിക്കാതിരിക്കാനാ ഈ ചൊവ്വാദോഷം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ആർക്ക് എന്ത് നേട്ടം? ഉണ്ണിയേട്ടനല്ലാതെ മറ്റെല്ലാവർക്കും നേട്ടാ. ഒരുപക്ഷെ ഉണ്ണിയേട്ടന്റെ സന്തതി പരമ്പരകളെ ഒഴിവാക്കാനുള്ള അവരുടെ ഒരു അടവായിക്കൂടെ? ഇനി അഥവാ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ തന്നെ അത് സഹിക്കാനും കൂടെ ഞാൻ തയ്യാറാ. എന്റെ ഉണ്ണിയേട്ടനെ സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടി അവളും കുഞ്ഞുണ്ണിയേട്ടനും ചേർന്ന് കളിക്കുന്ന കളിയാ. ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന വേറെ ആരുമില്ല, ആ കുഞ്ഞുണ്ണിയേട്ടന്റെ തന്തയും തള്ളയാ. കൊല്ലം ഞാൻ. നീ ഞങ്ങളെ തമ്മിലടിപ്പിക്കാൻ നോക്കല്ലേ? നിന്റെ ഉള്ളിലിരുപ്പ് എനിക്ക് മനസ്സിലായി. വല്യത്ത ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. നമ്മുടെ തറവാട് കുളന്തോട്ടയിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇല്ല, ഇവള് ഇവിടെ തന്നെ താമസിക്കും. രണ്ടിലും നിറഞ്ഞിട്ടേ ഇവിടുന്ന് പോവും. എന്നാൽ അതിനൊന്ന് കാണണമല്ലോ. ഇങ്ങോട്ട്
എന്താ പ്രശ്നം? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. എന്താടി പറഞ്ഞ കാര്യം? ഈ കുഞ്ഞുണ്ണിയേട്ടൻ എന്നെ ഞാൻ ഈ വെല്ലുണ്ണിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ എടീ, അയ്യോ, ഞാൻ സത്യമായിട്ടും അമ്മ എവിടെ നീ ഒന്നും പറയണ്ട. നീ ഇവളോട് കാണിക്കുന്ന തോന്നിയാസം ഏത് പെണ്ണിനോടും ആകാമെന്ന് കരുതിയാൽ നിന്നെ പീസായിട്ട് വെട്ടുതുറക്കി പ്ലാസ്റ്റിക് കവറിലാക്കി തേച്ചുപാറ ഡാമിൽ എറിയും ഞാൻ. ഉണ്ണി, നീ എന്തൊക്കെയാ പറയണേ? മലയാളം. എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് കണ്ടുപിടിച്ചപ്പോ സ്വന്തം മകന്റെ ദോഷങ്ങളൊന്നും കണ്ടില്ലാന്ന് നടിച്ച നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്ന ഈ കളി അവസാനിപ്പിക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. ശിവശങ്കര മേനോന് മകൾ ഒന്നേ ഉള്ളൂ. അത് ഈ നിൽക്കുന്ന മമതയാണ്. കുടുംബത്തിലെ മൂത്ത മകൻ ഈ രാമകൃഷ്ണനുണ്ണിയാണെങ്കിൽ വിളക്ക് ഞാൻ എടുക്കും. ഉത്സവം ഞാൻ തന്നെ നടത്തും. സഹകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭാഗം വാങ്ങി പിരിയാം. കേട്ടില്ല എല്ലാവരും? അത് തന്നെയാണ് എന്റെ ശരി. അതെ, പിരിയുകയാണ്. ഭാഗം വാങ്ങിയില്ല, വാങ്ങാതെ തന്നെ. നിശ്ചയിച്ച ദിവസത്തിന് ഉത്സവത്തിന് കൊടിയേറുകയും ചെയ്യും. പക്ഷെ അന്ന് വിളക്കെടുക്കുന്നത് മരിച്ചുപോയ ശിവശങ്കരന്റെ അമ്മാവന്റെ യഥാർത്ഥ മകളായിരിക്കും.